Hello all. So today we are going to discuss the poem Dover Beach written by Matthew Arnold. Matthew Arnold is one of the most famous poets of Victorian era. Victorian era എന്ന് പറയുന്നത് 19th century ആണ്. So before moving to the poem, let us take a look at the introduction of the poem. Dover Beach was written in the year 1851. The poem expresses the Victorian uncertainty. ചാൾസ് ഡാർവിൻ്റെ ഇവല്യൂഷൻ തിയറി കാരണവും ആ കാലത്തുണ്ടായിരുന്ന ഒട്ടനവധി സയൻറ്റിഫിക് ഇന്നോവേഷൻസ് കാരണവും ജനങ്ങളിൽ മതവിശ്വാസം ഡിക്ലൈൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. ഡീപ്ലി റിലീജിയസ് ആയ മാത്യു അർണോൾഡ് ഈ ഒരു ഡൈയിങ് ഫെയ്ത്തിൽ ലാമെൻറ്റ് ചെയ്യുന്നതായിട്ട് ഈ ഒരു കവിതയിൽ നമുക്ക് കാണാം. The speaker stands on the titular beach and describes the sea and the pebble shore, highlighting the notes of sadness there. ടൈറ്റിൽ പറഞ്ഞിരിക്കുന്ന ഡോവർ ബീച്ചും നോക്കിക്കൊണ്ട് മാത്യു അർണോൾഡ് നിൽക്കുന്നതായിട്ടും അതിൽ കാണുന്ന പല കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതായിട്ടുമാണ് കവിതയിൽ കാണിച്ചിരിക്കുന്നത്. 1851 തൻ്റെ ഭാര്യയോടൊപ്പം മാത്യു അർണോൾഡ് സൗത്ത് ഈസ്റ്റേൺ ഇംഗ്ലണ്ടിലെ ഡോവർ ടൗണിലേക്ക് യാത്ര നടത്തിയ സമയത്തോ അതിനുശേഷമോ ആണ് ഈ കവിത രചിക്കപ്പെട്ടതായിട്ട് കരുതപ്പെടുന്നത്. Although the poem was written in 1851, it was published in 1867. It appeared in a collection entitled New Poems, published in London. The town of Dover is closer to France than any other port city in England. ഇംഗ്ലണ്ടിലെ ഏതൊരു പോർട്ട് സിറ്റിയേക്കാളും കൂടുതൽ ഫ്രാൻസുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ടൗണാണ് ഡോവർ. ഫ്രഞ്ച് കോസ്റ്റിനെ ഇംഗ്ലീഷ് കോസ്റ്റുമായി വേർതിരിക്കുന്ന ഒരു വാട്ടർ ബോഡിയാണ് സ്ട്രെയ്റ്റ് ഓഫ് ഡോവർ. This Strait of Dover is towards north of the English Channel and south of the North Sea. Next is the form of the poem. It is written in dramatic monologue. You may have heard that term before. Dramatic monologue എന്ന് പറയുന്നത് റൈറ്റർ തൻ്റെ ഇന്നർ തോട്ട്സ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു നെറേറ്റീവ് ടെക്നിക്കാണ് ഡ്രമാറ്റിക് മോണോലോഗ്. Generally, dramatic monologue is written in first person point of view. But in this poem, Matthew Arnold uses all the 3 points of view. He uses first person point of view, second person point of view, and as well as the third person point of view. പോയത്തിൽ ചില സ്ഥലങ്ങളിൽ അദ്ദേഹം ഭാര്യയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. സോ അത് സെക്കൻഡ് പേഴ്സൺ നെറേറ്റീവായിട്ടും ആൻഡ് ദെൻ വി അസ് എന്നൊക്കെ ഉപയോഗിക്കുന്ന ഭാഗങ്ങളിൽ അത് ഫസ്റ്റ് പേഴ്സൺ നെറേറ്റീവായിട്ടും എടുക്കാം. The poem is written in 4 stanzas. So first, let us move to the first stanza of the poem. The sea is calm tonight. The tide is full. The moon lies fair. Upon the straits, on the French coast, the light gleams and is gone. The cliffs of England stand. So this is how the poem starts. പോയമിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും മാത്യു അർണോൾഡ് സിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. തൻ്റെ മുന്നിലുള്ള കടൽ വളരെ ശാന്തമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതേപോലെ തന്നെ ടൈഡ് ഫുള്ളാണ്. അതേപോലെ തന്നെ ചന്ദ്രൻ വളരെ നന്നായി ഉദിച്ചു നിൽക്കുന്നു, അതും റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. സ്ട്രെയ്റ്റിൻ്റെ മുകളിലായിട്ട് റിഫ്ലക്റ്റ് ചെയ്ത് നിൽക്കുന്നു എന്നാണ് പറയുന്നത്. സ്ട്രെയ്റ്റ് എന്ന് പറയുന്നത് 2 സീകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു വാട്ടർ ബോഡിയാണ്. ആഫ്റ്റർ ദാറ്റ് ഹി ഗോസ് ഓൺ എക്സ്പ്ലെയിനിങ് അബൌട്ട് ദ ഫ്രഞ്ച് കോസ്റ്റ്. അടുത്തത് അദ്ദേഹം സംസാരിക്കുന്നത് ഫ്രഞ്ച് കോസ്റ്റിനെ കുറിച്ചാണ്. ഫ്രഞ്ച് കോസ്റ്റിലെ ലൈറ്റുകളെല്ലാം മിന്നിത്തിളങ്ങി, പക്ഷേ പിന്നീട് അതിനുശേഷം അത് ഡിക്ലൈൻ ആയി പോകുന്നതായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ദ ക്ലിഫ്സ് ഓഫ് ഇംഗ്ലണ്ട് സ്റ്റാൻഡ്. അതേ അവസരത്തിൽ ഇംഗ്ലണ്ടിലെ ക്ലിഫ്സുകളെല്ലാം തന്നെ വളരെ ഗ്ലിമ്മറി ആയിട്ട്, വളരെ വെളിച്ചത്തോടുകൂടെ ലൈറ്റ്സൊക്കെ ആയിട്ട് വളരെ വാസ്റ്റായിട്ട് നിൽക്കുന്നതായിട്ടാണ് അദ്ദേഹം പറയുന്നത്. സോ ഇവിടെ നമുക്കൊരു കമ്പാരിസൺ ആണ് കാണാൻ പറ്റുന്നത് ഫ്രഞ്ച് കോസ്റ്റും ഇംഗ്ലീഷ് കോസ്റ്റും തമ്മിലുള്ളത്. സോ ഫ്രഞ്ച് കോസ്റ്റിലെ ഈ ഒരു ലൈറ്റ് വരുന്നതും അതേപോലെ അത് കെട്ടുപോകുന്നതും ഒക്കെ നമുക്ക് ഈ ഒരു ലോസ് ഓഫ് ഫെയ്ത്ത് ആയിട്ട് കണക്ട് ചെയ്യാം. അതായത് അദ്ദേഹത്തിൻ്റെ മതത്തിലുള്ള വിശ്വാസത്തിൻ്റെ ആ ഒരു ഡിക്ലൈൻ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഗ്ലിമ്മറിങ് ആൻഡ് വാസ്റ്റ് ഔട്ട് ഇൻ ദ ട്രാങ്കിൾ ബേ. ട്രാങ്കിൾ കൊണ്ട് ഉദ്ദേശിക്കുന്ന വളരെ കാമായിട്ടുള്ള എന്നതാണ്. സോ അവിടെ ആ ഒരു ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിൽ നമ്മുടെ ഇംഗ്ലീഷ് ക്ലിഫ്, ഇംഗ്ലീഷ് തീരം വളരെ മനോഹരമായിട്ട് നിൽക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ തന്നെ ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ വിളിച്ച് ആ ഒരു സീൻ കാണിച്ചു കൊടുക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അവിടെ വെച്ചിട്ട് ആ ഒരു അദ്ദേഹത്തിൻ്റെ നെറേഷൻ സെക്കൻഡ് പേഴ്സൺ നെറേറ്റീവിലേക്ക് ഷിഫ്റ്റ് ആവുകയാണ്. കം ടു ദ വിൻഡോ, സ്വീറ്റ് ഇസ് ദ നൈറ്റ് എയർ എന്നാണ് അദ്ദേഹം ഭാര്യയോട് പറയുന്നത്. അതായത് ഇന്ന് രാത്രിയിലെ എയർ വളരെ മധുരമേറിയതായിട്ട് തോന്നുന്നു, ജനാലക്കരികിലേക്ക് വന്ന് നിന്ന് അതൊന്ന് അനുഭവിക്കൂ എന്നുള്ളതാണ് അദ്ദേഹം ഭാര്യയോട് സംസാരിക്കുന്നത്. ഓൺലി ഫ്രം ദ ലോങ് ലൈൻ ഓഫ് സ്പ്രേ വേർ ദ സീ മീറ്റ്സ് ദ മൂൺ ബ്ലാഞ്ച്ഡ് ലാൻഡ് ലിസൺ യു ഹിയർ ദ ഗ്രേറ്റിംഗ് റോർ ഓഫ് പെബിൾസ് വിച്ച് ദ വേവ്സ് ഡ്രോ ബാക്ക് ആൻഡ് ഫ്ലിങ്. അദ്ദേഹം പറയാണ്,
ആ ഒരു ലോങ് ലൈൻ ഓഫ് കോസ്റ്റിൽ നിലാവിൽ മുങ്ങിക്കിടക്കുന്ന ഭൂമി കടലുമായി മീറ്റ് ചെയ്യുന്ന ഒരു മനോഹരമായ സ്ഥലത്ത് അവിടെ നുരകൾ വന്ന് അടിയുന്ന ആ ഒരു സൗണ്ടിന് അദ്ദേഹം ഗ്രേറ്റിംഗ് റോർ എന്നാണ് പറയുന്നത്. ഒരു ഗർജനമായിട്ടാണ് അദ്ദേഹം കമ്പയർ ചെയ്യുന്നത്. ഇതൊക്കെ നീ കാണുന്നില്ലേ എന്നുള്ളതാണ് വൈഫിനോട് ചോദിക്കുന്നത്. ഓഫ് പെബിൾസ് വിച്ച് ദ വേവ്സ് ഡ്രോ ബാക്ക് ആൻഡ് ഫ്ലിങ്. ആ ഒരു പെബിൾസ് വരുന്നു, തിരിച്ച് അത് പോകുന്നു, വീണ്ടും അത് ഫ്ലിങ് ആവുന്നു എന്നാണ് പറയുന്നത്. ഫ്ലിങ് എന്നുദ്ദേശിക്കുന്നത് ത്രോ ഫോഴ്സ്ഫുള്ളി എന്നാണ്, ശക്തിയോടുകൂടെ ത്രോ ചെയ്യാം. In the next 4 lines, we can see that Matthew Arnold is discussing about the waves. കടൽ തിരകളുടെ നേച്ചറിനെ കുറിച്ചും അതിൻ്റെ സൗണ്ടിനെ കുറിച്ചുമാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അറ്റ് ദ റിട്ടേൺ ഓഫ് ദ ഹൈ സ്ട്രാൻഡ്, വളരെ ഉയരത്തിൽ പോകുന്ന തിര തുടങ്ങുന്നു, അവസാനിക്കുന്നു, ആൻഡ് ദെൻ അഗെയിൻ ബിഗിൻ, വീണ്ടും വീണ്ടും ആ ഒരു അതിൻ്റെ ഒരു ചെയിൻ, ഒരു സൈക്കിൾ പോലെ അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. വിത്ത് ട്രെമുലസ് കെയ്ഡൻസ്. ട്രെമുലസ് എന്ന് ഉദ്ദേശിക്കുന്ന വളരെ ഷേക്കിംഗ് ആയിട്ടുള്ള, ഭയങ്കര വൈബ്രേഷൻ ഉള്ള എന്നുള്ളൊരു മീനിങ് ആണ്. ആൻഡ് കെയ്ഡൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് മോഡുലേഷൻ ഇൻ വോയിസ്. ആ ഒരു വൈബ്രേഷൻ നിറയ്ക്കുന്ന ഒരു അതിൻ്റെ ഒരു തിരവന്നടിക്കുന്നതും അത് തിരിച്ചു പോകുന്നതും അതിൻ്റെ ഒരു വോയിസ് ആണ് അദ്ദേഹം ഇവിടെ സംസാരിക്കുന്നത്. വളരെ സ്ലോ ആയിട്ടാണ്. ആൻഡ് ബ്രിങ് ദ എറ്റേണൽ നോട്ട് ഓഫ് സാഡ്നെസ് ഇൻ. ആ ഒരു സൗണ്ട് കേൾക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് വളരെ ഒരു മെലങ്കലിക് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് കിട്ടുന്നത്. ഒരു സങ്കടകരമായിട്ടുള്ളൊരു മ്യൂസിക്കാണ് അദ്ദേഹത്തിന് അതിലൂടെ ഫീൽ ചെയ്യാൻ പറ്റുന്നത്. So the first stanza is over. Next, let us move to the second stanza. Sophocles long ago heard it on the Aegean, and it brought into his mind the turbid ebb and flow of human misery. We find also in the sound a thought, hearing it by this distant northern sea. ഇവിടെ ആൻഷ്യൻ ഗ്രീക്ക് പ്ലേ റൈറ്റ് ആയിട്ടുള്ള സൊഫോക്കൽസിൻ്റെ പേര് വെച്ചിട്ടാണ് മാത്യു അർണോൾഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ സൊഫോക്കൽസ് എങ്ങനെ ഏഗൻ സീ നോക്കി നിന്നോ, ഏഗൻ സീ എന്ന് പറയുന്നത് അവിടെ മെഡിറ്ററേനിയൻ സീയുടെ അടുത്തായിട്ട് വരുന്ന, ഗ്രീസിൻ്റെ അടുത്തായിട്ട് വരുന്ന ഒരു കടലാണ്. ആ ഏഗൻ സീ നോക്കി എങ്ങനെ സൊഫോക്കൽസ് നിന്നോ അതുപോലെയാണ് ഇപ്പോൾ മാത്യു അർണോൾഡ് ഡോവർ ബീച്ച് നോക്കി നിൽക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു കമ്പാരിസൺ ആണ് അവിടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. സൊഫോക്കൽസ് എങ്ങനെയാണ് കടൽ നോക്കി നിന്നതെന്നാണ് മാത്യു അർണോൾഡ് പറയുന്നത്. ഇൻ ടു ഹിസ് മൈൻഡ് ദ ടേർബിഡ് എബ് ആൻഡ് ഫ്ലോ. അതായത് കടൽ നോക്കി നിന്ന സമയത്ത് സൊഫോക്കൽസിൻ്റെ മൈൻഡിലേക്ക് വന്നത് വളരെ ടേർബിഡ് ആയിട്ടുള്ള, ക്ലൗഡി ആയിട്ടുള്ള എബ്, മൂവിങ് എവേ എന്നുള്ളതാണ് എബിൻ്റെ മീനിങ്. സോ ആ കടൽ തിരകൾ ഇങ്ങനെ വരുന്നതും ശക്തിയായത് തിരിച്ചു പോകുന്നതും അതിൻ്റെ ഒരു മൂവ്മെൻറ്റിനെ കുറിച്ച് തന്നെയാണ് ഇവിടെയും സംസാരിക്കുന്നത്. സൊഫോക്കൽസ് ആ തിരകളുടെ മൂവ്മെൻറ്റ് കണ്ട സമയത്ത് അദ്ദേഹത്തിനത് ഹ്യൂമൻ മിസറിയുടെ മൂവ്മെൻ്റ് ആയിട്ടാണ് തോന്നിയത്. അതായത് ഹ്യൂമൻ്റെ വളരെ സ്ട്രഗിൾ അല്ലെങ്കിൽ സഫറിങ് എന്നുള്ളൊരു കൺസെപ്റ്റിലേക്കാണ് അദ്ദേഹം തിരകളെ കമ്പയർ ചെയ്തത്. വി ഫൈൻഡ് ഓൾസോ ഇൻ ദ സൗണ്ട് എ തോട്ട്, ഹിയറിംഗ് ഇറ്റ് ബൈ ദിസ് ഡിസ്റ്റൻറ്റ് നോർത്തേൺ സീ. ഇവിടെ മാത്യു അർണോൾഡിനും ആ ഒരു തോട്ട് തന്നെയാണ് വരുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ആ ഒരു നോർത്തേൺ സീയിലെ ഡിസ്റ്റൻറ്റിൽ കേൾക്കുന്ന സൗണ്ട് കേൾക്കുന്ന സമയത്ത് സൊഫോക്കൽസിന് എന്താണോ തോന്നിയത് അതേപോലെ തന്നെ ഒരു തോട്ടാണ് മാത്യു അർണോൾഡിൻ്റെയും മനസ്സിലേക്ക് വരുന്നത്. വളരെ ഒരു സങ്കടം അല്ലെങ്കിൽ സാഡ്നെസ്, ഒരു മെലങ്കലിയാണ് അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. Our second stanza is over. Now we are moving to the third stanza. The Sea of Faith എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു സ്റ്റാൻസ തുടങ്ങുന്നത്. സോ നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും, ഈ ഒരു സ്റ്റാൻസയിലാണ് മാത്യു അർണോൾഡ് സയൻസും റിലീജിയനും തമ്മിലുള്ള ഒരു ടെൻഷനെ കുറിച്ചോ അല്ലെങ്കിൽ അത് തമ്മിലുള്ള ഒരു ക്രൈസിസിനെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നത്. നമ്മൾ ഇൻട്രൊഡക്ഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പൊതുവേ വിക്ടോറിയൻ ഇറ എന്ന് പറയുന്നത് സയൻസും റിലീജിയനും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ആ സമയത്തുണ്ടായിരുന്ന ഒരുപാട് സയൻറ്റിഫിക് ഡിസ്കവറീസും ഡാർവിൻ്റെ ഇവല്യൂഷൻ തിയറിയും ആ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ചേഞ്ചസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. ഹിയർ മാത്യു അർണോൾഡ് കമ്പയർസ് ഫെയ്ത്ത് ടു എ സീ. ഒരു കടലുമായിട്ടാണ് അദ്ദേഹം വിശ്വാസത്തെ താരതമ്യം ചെയ്യുന്നത്. എങ്ങനെയുള്ള കടൽ? ഭൂമിയെ ഒരു കാലത്ത് വളരെയധികം പ്രൊട്ടക്റ്റ് ചെയ്ത് നിന്നിരുന്ന ഒരു കടലായിട്ടാണ് വിശ്വാസത്തെ അദ്ദേഹം പറയുന്നത്. ലേ ലൈക്ക് ദ ഫോൾസ് ഓഫ് എ ബ്രൈറ്റ് ഗേർഡിൽ ഫേൾഡ്. ഗേർഡിൽ എന്ന് ഉദ്ദേശിക്കുന്നത് അരപ്പട്ട അല്ലെങ്കിൽ ഒരു ബെൽറ്റ് എന്നുള്ളൊരു ഡ്രസ്സിങ് സ്റ്റൈൽ സംഭവത്തിനാണ് നമ്മൾ ഗേർഡിൽ എന്ന് പറയുന്നത്. സോ ഒരു കാലത്ത് ഭൂമിയെ അത്രയും ഉറപ്പോടുകൂടെ വെച്ചിരുന്ന ഒരു സംഭവമായിരുന്നു വിശ്വാസം. ബട്ട് നൗ ഐ ഓൺലി ഹിയർ ഇറ്റ്സ് മെലങ്കലി. മാത്യു അർണോൾഡ് പറയാണ്, പക്ഷേ ഇന്ന് എനിക്കതിൻ്റെ സങ്കടകരമായിട്ടുള്ള ഒരു വോയിസ് മാത്രമേ കേൾക്കാൻ പറ്റുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി നമുക്കറിയാം അവിടെ ഫെയ്ത്തിൻ്റെ ഒരു ഡീക്ലൈനെ കുറിച്ചാണ് മാത്യു അർണോൾഡ് സംസാരിക്കുന്നത്. It's melancholy, long, withdrawing roar, retreating to the breath of the night wind, down the vast edges drear and naked shingles of the world.
ഭൂമിക്ക് ഒരു കാലത്തുണ്ടായിരുന്ന ആ ഒരു കവറപ്പ് ഇന്ന് വിത്ഡ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, റിട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പിൻവാങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ വ്യക്തമായിട്ട് അദ്ദേഹം ആ ഒരു ഫെയ്ത്തിൻ്റെ ഡിറ്റീരിയോറേഷനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. എവിടേക്കാണ് റിട്രീറ്റ് ചെയ്യുന്നത്, എവിടേക്കാണ് ഇത് പിൻവാങ്ങുന്നത്? ടു ദ ബ്രെത്ത് ഓഫ് ദ നൈറ്റ് വിൻഡ്, അതായത് ഇരുട്ടിൻ്റെ മറയിലേക്ക് അത് ആഴ്ന്നു പോവുകയാണ്. ഡൗൺ ദ വാസ്റ്റ് എഡ്ജസ് ഡ്രിയർ, വളരെ ഡള്ളായിട്ടാണ് അതിപ്പോൾ ഓരോ എഡ്ജിലും പോയി നിൽക്കുന്നത്. ആൻഡ് നേക്കഡ് ഷിംഗിൾസ് ഓഫ് ദ വേൾഡ്, അതുകൊണ്ട് തന്നെ ഭൂമിക്ക് ഇപ്പോൾ കവറപ്പില്ല. സോ ഭൂമിയുടെ സ്കിന്നിൻ്റെ മുകളിലുള്ള എല്ലാ ഷിംഗിൾസും ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഷിംഗിൾസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആക്ച്വലി ഇറ്റ്സ് എ പെയിൻഫുൾ ഇൻഫ്ലമേഷൻ ഓൺ സ്കിൻ, ഒരു ലിറ്ററൽ മീനിങ് അതാണ് വരുന്നത്. ബട്ട് ഹിയർ വേൾഡിൻ്റെ എല്ലാ നെഗറ്റീവ് സൈഡും ഇപ്പം ആ ഒരു മതത്തിൻ്റെ ഡീക്ലൈൻ കൊണ്ട് കാണാൻ പറ്റുന്നു എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. And now we have completed our third stanza too. Now we are moving to the fourth and final stanza of the poem. All love, let us be true to one another, for the world which seems to lie before us like a land of dreams, so various, so beautiful, so new, hath really neither joy, nor love, nor light. And here again the narration is shifting to the second person point of view. ഇവിടെ മാത്യു അർണോൾഡ് തൻ്റെ വൈഫിനോട് വീണ്ടും സംസാരിക്കുകയാണ്. അദ്ദേഹം പറയാണ്, ഓ ബിലവ്ഡ്, നമുക്കെങ്കിലും പരസ്പരം ട്രൂ ആയിട്ടിരിക്കാം, നമ്മുടെ സ്നേഹം സത്യമായിരിക്കട്ടെ. കാരണം ഇനി വരാൻ പോകുന്ന ലോകം എന്ന് പറയുന്നത് വിച്ച് സീംസ് ടു ലൈ ബിഫോർ അസ്, നമ്മുടെ മുന്നിൽ കള്ളമാണത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ലൈക്ക് എ ലാൻഡ് ഓഫ് ഡ്രീംസ്, സ്വപ്നങ്ങളുടെ നഗരമായിട്ട്, ഒട്ടും റിയാലിറ്റി ഇല്ലാതെ. വാരിയസ് ആയിരിക്കാം, ബ്യൂട്ടിഫുൾ ആയിരിക്കാം, പുതിയതായിരിക്കാം, ബട്ട് സ്റ്റിൽ സന്തോഷമില്ലാത്ത, സ്നേഹമില്ലാത്ത, വെളിച്ചമില്ലാത്ത ഒരു ലോകത്തേക്കാണ് നമ്മൾ പോകുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. വളരെ ഒമിനസ് ആയിട്ടാണ് അദ്ദേഹം ഈ ഒരു സ്റ്റാൻസയിൽ സംസാരിക്കുന്നത്. വരാൻ എന്തോ ഒരു ഭീകരമായിട്ടുള്ള ഒരു സംഭവം നമ്മളെ കാത്തിരിക്കുന്നു എന്നുള്ള തരത്തിലാണ് അദ്ദേഹം ഈ ഒരു സ്റ്റാൻസയിലുടനീളം സംസാരിക്കുന്നത്. നോർ സെർട്ടിറ്റ്യൂഡ്, നോർ പീസ്, നോർ ഹെൽപ്പ് ഫോർ പെയിൻ. സെർട്ടിറ്റ്യൂഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ആബ്സല്യൂട്ട് സെർട്ടൈനിറ്റിയാണ്, അതായത് ഒരു ഉറപ്പ്, ഒരു അഷ്വറൻസ്. ഒന്നും തന്നെ മുന്നോട്ട് നമുക്കില്ല, പ്രതീക്ഷിക്കാൻ ഒരു ഹോപ്പും ഇല്ലാത്ത ഒരു കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. സമാധാനം ഇല്ല. നോർ ഹെൽപ്പ് ഫോർ പെയിൻ, മറ്റുള്ളവരുടെ വേദനകൾക്ക് വില കൽപ്പിക്കാത്ത, അല്ലെങ്കിൽ ഒട്ടും എംപത്തറ്റിക് അല്ലാത്ത ആളുകൾ ഒരു ഭൂമിയായിട്ടായിരിക്കും ഇനി നമ്മൾ കാണാൻ പോകുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ആൻഡ് വി ആർ ഹിയർ ആസ് ഓൺ എ ഡാർക്ക്ലിംഗ് പ്ലെയിൻ, ഇരുട്ട് നിറഞ്ഞൊരു സ്ഥലത്താണ് ഇനി നമ്മൾ താമസിക്കാൻ പോകുന്നത്. സ്വെപ്റ്റ് വിത്ത് കൺഫ്യൂസ്ഡ് അലാംസ് ഓഫ് സ്ട്രഗിൾ ആൻഡ് ഫ്ലൈറ്റ്, വളരെയധികം ഡിലമയിലും ടെൻഷൻസിലും വറീസിലും അല്ലെങ്കിൽ കൺഫ്യൂഷനിലുമാണ് അദ്ദേഹം നിൽക്കുന്നത്. വളരെയധികം പേർപ്ലെക്സ്ഡ് ആയിട്ട് ഉള്ളൊരു മൈൻഡ് സെറ്റ് നമുക്കിവിടെ കാണാം മാത്യു അർണോൾഡിൻ്റെ. വരാൻ പോകുന്ന സ്ട്രഗിള്, അതിൻ്റെ ഫ്ലൈറ്റ്. വേർ ഇഗ്നോറൻറ്റ് ആർമീസ് ക്ലാഷ് ബൈ നൈറ്റ്, ഇരുട്ടിൽ പരസ്പരം അറിയാത്ത ആർമികൾ തമ്മിൽ ഫൈറ്റ് നടത്തും. അല്ലെങ്കിൽ ആർമീസ് എന്ന് ഉദ്ദേശിക്കുന്ന ഇവിടെ ലിറ്ററൽ മീനിങ് അല്ല, പലതരത്തിലുള്ള വരാൻ പോകുന്ന ആളുകൾ, ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ തമ്മിൽ യുദ്ധം ചെയ്യും, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെയധികം ഒരു നെഗറ്റീവായിട്ടുള്ള രീതിയിലായിരിക്കും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഈ ഒരു പോയം അവസാനിപ്പിക്കുന്നത്. In the introduction, we had already told that Matthew Arnold didn't discuss the tension between or the crisis between science and religion explicitly in the poem. Direct ആയിട്ട്, എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഇതിനെ രണ്ടിനെയും കുറിച്ച് ഇദ്ദേഹം ഇതിൻ്റെ അകത്ത് പ്രതിപാദിച്ചിട്ടില്ലെങ്കിൽ പോലും നമുക്ക് ഈ അവസാനത്തെ രണ്ട് സ്റ്റാൻസാസ് വായിക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും അദ്ദേഹം സംസാരിച്ചിരിക്കുന്നത് സയൻസിനെ കുറിച്ചും റിലീജിയനെ കുറിച്ചും അത് തമ്മിലുള്ള ആ ഒരു ടെൻഷനെ കുറിച്ചും ക്രൈസിസിനെ കുറിച്ചും തന്നെയാണെന്നുള്ളത്. അവസാനത്തെ വരികളിലൊക്കെ കൃത്യമായിട്ട് തന്നെ അത് നമുക്ക് മനസ്സിലാകാൻ പറ്റുന്നുണ്ട്. സോ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ഡോവർ ബീച്ച് എന്നുള്ള പോയം പറയുന്നത്. നെക്സ്റ്റ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും താങ്ക് യു. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.